നവതിയുടെ നിറവിലാണ് സഖാവിൻ്റെ ശാരദ ടീച്ചർ. ശാരദ ടീച്ചർക്ക് കൈരളി ന്യൂസിൻ്റെ നവതി ആശംസകൾ അറിയിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ടീച്ചർ, കൈരളി ന്യൂസിൻ്റെ ആശംസ അറിയിക്കുകയാണ്. ഈ ഒരു 90 വർഷം എന്ന് പറയുന്നത് വലിയൊരു ഒരുപാട് കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ കൂടിയുള്ള ഒരു സഞ്ചാരം കൂടിയായിരുന്നു ടീച്ചർ, അല്ലേ? ഞാൻ കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. എനിക്ക് ഈ 40 മുതൽ ഉള്ള രാഷ്ട്രീയം എനിക്കറിയാം. ഈ ഈ നമ്മളെ എൻ്റെ KPR ഗോപാലൻ, എൻ്റെ അമ്മാവൻ മോറാർ സംഭവത്തിൽ ഒന്നാം പ്രതിയായിട്ട് സംഭവം കഴിഞ്ഞു. അതിൽ പിന്നെ അമ്മാവനെ ഒന്നാം പ്രതിയാക്കിയല്ല. അതിന് ശേഷം 40-ലാണത്. 40-ൽ ഞാൻ ചെറിയ 5 വയസ്സ് എനിക്കുന്നുണ്ട്. അപ്പം ഞാനന്ന് പിന്നെ ഞങ്ങൾ അന്ന് മുതൽ തുടങ്ങിയ രാഷ്ട്രീയമാണ് എൻ്റെ മനസ്സിൽ. 5 വയസ്സ് മുതൽ. പക്ഷേ അതെന്താ ഇങ്ങനെ മനസ്സിൽ ഓർമ്മിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ അമ്മാവനായി ഒന്നാം പ്രതിയാക്കി ഇവർ KPR ഗോപാലൻ, വിഷ്ണുഭാരതി, കുറേ ആളുണ്ട് സഖാക്കൾ. അവരെല്ലാം ഇപ്പം മരിച്ചു കഴിഞ്ഞു മുഴുവൻ ആളും തന്നെ. അപ്പോൾ അങ്ങനെ എല്ലാ സഖാക്കളും അങ്ങനെയായിട്ട് ഈ അമ്മാവിനെയും വേറെ എത്ര പേരെയാണ് പിന്നെ അതായി 5-ാം പീടിയിൽ കാണാനല്ല രക്തസാക്ഷി സ്മാരകം. പിന്നെ അങ്ങനെ ഇവർ കുറച്ച് പേരെ തൂക്കലേറ്റാൻ വിധിച്ചു അമ്മാവനെ. അപ്പോൾ അമ്മാവനെ തൂക്കാൻ വിധിച്ചിട്ട് അമ്മാവനെ പിടി കിട്ടുന്നവരെ ഈ സംഭവം, ഈ മോറാർ സംഭവം കഴിഞ്ഞിട്ട് ഒരു വലിയ മീറ്റിംഗ് ചേരാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഇത് സംഘർഷം ഉണ്ടായത്. അങ്ങനെ അമ്മാവൻ ആ മീറ്റിങ്ങിൽ പിന്നെ വളപട്ടണം പോലീസ് SI കുട്ടിക്കൃഷ്ണൻ എന്നാണ് തോന്നുന്നു പേര്. അങ്ങനെ അയാളെ നേതൃത്വത്തിൽ പോലീസും വന്ന് ഇവരെ തടസ്സം പെടുത്താൻ നോക്കി, നടത്താൻ പാടില്ലാന്ന്. പക്ഷെ ഇവർ നല്ല ചെറുപ്പക്കാർ, കമ്മ്യൂണിസ്റ്റുകാർ, ഞങ്ങൾ ആദ്യം കീച്ചേരി വെച്ചതാണ്. അതാണ് പിന്നെ അത് മൂറാറിലേക്ക് കൊണ്ടുവന്നത് 5-ാം പടിയിൽ. അങ്ങനെ അവിടെ വെച്ചിട്ട് നടത്തി. അതിൽ പിന്നെ നടത്താൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഇവർ ലാത്തി കൊണ്ട് അടിക്കാൻ തുടങ്ങിയല്ല. അപ്പോൾ ഇവർ കല്ലെറിയാനും തുടങ്ങി. ഒരുപടി ആൾ കൂടിയൊരു സമ്മേളനമായിരുന്നു പോലും, അതെനിക്കറിയില്ല. ഒരുപടി ആളുണ്ട്. എന്നിട്ട് അങ്ങനെ അപ്പോൾ അങ്ങനെ ഏറിൽ ഒരു കുട്ടിക്കൃഷ്ണമേനോ എന്ന് പറഞ്ഞ ഒരു SIയും ഒരു പോലീസുകാരും മരിച്ചു, 2 പേരും. അപ്പോൾ അങ്ങനെ ഇവർ പല ഭാഗങ്ങളിൽ ഓടിപ്പോയി. അമ്മാവനെ ഈടെ ബക്കളത്തിൽ വെച്ചിട്ട് അമ്മാവനെ അറസ്റ്റ് ചെയ്തതിന് കേട്ടാ. ഇങ്ങനെ ഓരോരാളെ വീട്ടിൽ കുറച്ച് അഭയം കൊടുക്കും, പിന്നെ അവർക്കത് വിഷമായി തീരുമ്പം അവിടെ നിന്ന് അങ്ങനെയാണെന്നല്ല പണ്ടല്ലോ. അങ്ങനെ അമ്മാവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലായി. പിന്നെ ഇതിൽ കേസായി. അത് SI അല്ലേ മരിച്ചത്. അപ്പോൾ അങ്ങനെ അമ്മാവന് ഈ മോറാർ കൊലക്കേസിൽ അമ്മാവനെ 1-ാം പ്രതിയാക്കി. അമ്മാവനെ തൂക്കാൻ വിധിച്ചു KPRന്. അപ്പോൾ ഈ തൂക്കാൻ വിധിച്ച് അമ്മാവനെ ജയിലിൽ അമ്മാവനെ കിട്ടുന്നതിന് മുമ്പേ തുടങ്ങി ഞങ്ങളെ വീട്ടിൽ പോലീസ് നിരന്തരം എല്ലാ രാത്രിയും വരും. 5 വയസ്സ്. പക്ഷെ എനിക്ക് കുട്ടിക്കാലത്ത് ഇത് വളരെ ഓർമ്മ എപ്പോൾ. ഞങ്ങൾ അനുഭവിച്ച് ഞങ്ങൾ വലിയ അമ്മാവൻ എന്ന് പറഞ്ഞാൽ അമ്മാവൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഏറുമ്പാല ജന്മി കുടുംബത്തിലെ അധികാരിയാണ് അച്ഛപ്പൻ. ഭയങ്കര പവർഫുള്ളല്ലേ അന്ന് അധികാരി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ മക്കളാണ് ഈ KPR ഗോപാലൻ, KPR അയ്യപ്പൻ, KPR കൃഷ്ണൻ, 2 എൻ്റെ അമ്മ ഇളയമ്മ, അങ്ങനെ 5 മക്കളെ ഇവർ. അങ്ങനെ ആയിട്ട് പിന്നെ ദിവസം വരും അമ്മാവിനെ പിടി കിട്ടുന്നവരെ എല്ലാ ദിവസവും രാത്രി വരും. ഞങ്ങളന്നേരം കുട്ടികളാണെന്നല്ല, ഞാനും എൻ്റെ ഇളയമ്മേൻ്റെ മക്കൾ. അപ്പോൾ അന്ന് അച്ചപ്പനുണ്ട്. അമ്മേൻ്റെ അച്ഛനെ ഞങ്ങൾ അച്ചപ്പൻ എന്നാണ് വിളിക്കുക. അപ്പോൾ അച്ചപ്പൻ്റെ മുറിയിൽ നിന്ന് ഡൈനിങ് റൂമിൽ കട്ടിൽ കൊണ്ടിട്ട് അഴക്കെടുത്തി. അപ്പോൾ ഞങ്ങൾ ഈ രാത്രിയാകുമ്പം എല്ലാവരും 12 മണിക്കാണ് ഇവർ വരിക പോലീസുകാർ. അന്നത്തെ പോലീസ് പറഞ്ഞാൽ ഇന്നത്തെ മാതിരിയല്ലല്ല. ഹാഫ് ട്രൗസർ വിട്ട് ചുവന്ന് പെരുവിട്ട് വരുന്നത് അവരെ കാണുമ്പോൾ തന്നെ കുട്ടിക്കാലം പേടിയാവില്ല. അങ്ങനെ ആ ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും രാത്രി ഒരു 12 മണിക്ക് വരുമെന്ന് പെങ്ങളെ എന്നാണ് വിളിക്കുക. എൻ്റെ അമ്മയാണ് നല്ല ഉഷാറ്. അമ്മ വാതിൽ തുറന്നു കൊടുക്കുകയും ചെയ്യും. രാത്രി 12 മണിക്കല്ലേ വരുക. അപ്പം എല്ലാവരും ഉറങ്ങി എണീറ്റ് ഞങ്ങളെല്ലാം മുട്ടി വിളിക്കും അമ്മ, ഇങ്ങനെ പേടിക്കണ്ടെന്ന് വെച്ചിട്ട്. ഇവരെ ബൂട്ട്സ് ഇട്ടിട്ട് വരുന്ന ഒച്ചയല്ലേ. എന്നിട്ട് വന്നിട്ട് അമ്മ പറയും, എന്താ പിന്നെ ആങ്ങളെ വന്നിട്ടുണ്ടോ ചോദിക്കും. അന്നേരം അമ്മ പറയും, പിന്നെ ആങ്ങളെ ഞങ്ങളിപ്പം കുറേ ആയി കണ്ടിട്ടേ ഇല്ല, ഇവിടെ വരാറുമില്ല എന്ന് പറഞ്ഞാലും എന്നാൽ ഞങ്ങളൊന്ന് പോയി പരിശോധിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ വലിയ വീട് എന്ന് പറഞ്ഞാൽ
ഒന്നാമത്തെ നിലയും പിന്നെ അതിൻ്റെ മേലെയും ഒരു നിലയുണ്ട് ഈ നെല്ലെല്ലാം പുഴുങ്ങിയിടാനും സാധനം വെക്കാനും അങ്ങനെയെല്ലാം സൂക്ഷിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ അവർ ആ 2 നില അരിച്ച് പെറുക്കി താഴത്തും എല്ലാം മുറി നോക്കി എല്ലാ ദിവസവും നമുക്ക് ഉറങ്ങാൻ. എൻ്റെ കുട്ടിക്കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് അമ്മാവനെ പിടിക്കുന്നവരെ ഉറങ്ങാറില്ല. പിന്നെ ഈ രാത്രി 12 മണിക്ക് വന്നവർ വന്ന് 1 മണി 2 മണിയാകുമ്പോൾ പിന്നെ ഉറങ്ങുക. പിന്നെ കുട്ടികൾ രാവിലെ എണീക്കാനായി അങ്ങനെയല്ലായി. അതുകൊണ്ട് എനിക്ക് ഈ കുട്ടിക്കാലം പിന്നെ അമ്മാവനെ തൂക്കാൻ വിധിച്ചു. പിന്നെ അത് ഗാന്ധിജി ഇടപെട്ട് അത് അങ്ങനെ അതിന് വേറെ വശം അങ്ങനെ ഇത് തൂക്ക് ഈ ചെറുപ്പത്തിലേ ഈ രാഷ്ട്രീയം കണ്ട് വളർന്നത് കൊണ്ട് വളർന്നൊരു പിന്നെ സഖാവിന്റെ കൂടെ ചേരുന്ന സമയത്തും അതിനെനിക്കൊരു പ്രയാസം ഉണ്ടായില്ല. എന്നോട് എത്രയോ ഞാൻ തിരുവനന്തപുരത്ത് പോയ സമയത്ത് പത്രക്കാർ വരുമല്ലോ നിങ്ങളിപ്പോൾ. അപ്പോൾ പത്രക്കാർ വന്നിട്ട് എന്നോട് ചോദിക്കുക, ടീച്ചർ എങ്ങനെ രാഷ്ട്രീയക്കാരനെ കല്യാണം കഴിച്ച്? ഞാൻ രാഷ്ട്രീയ കുടുംബത്തിൽ ജനിച്ചതാണ്, എനിക്കൊരു വഴിയില്ല രാഷ്ട്രീയക്കാരനെ കല്യാണം കഴിക്കാൻ, എനിക്കൊരു വിഷമം ഉണ്ടായിട്ടില്ല. അതുപോലെ അപ്പം അങ്ങനെ വളർന്നുകൊണ്ട് ആ ഒരു മനസ്സ് എപ്പോഴും ആ പോലീസ് പിന്നെ അത് കഴിഞ്ഞ് 48-ൽ അമ്മാവനെ പിന്നെ തൂക്കാൻ വിധിച്ച് ഇത് ഗാന്ധിജി ഇടപെട്ടിട്ട് അത് മാറ്റി. അങ്ങനെ പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ പിന്നെ ജയിലിൽ നിന്ന് വിട്ടതിന് ശേഷം വീണ്ടും 48-ലെ ലഹള അതിൽ അമ്മാവനൊന്നാം പ്രതി. അയ്യോ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ അമ്മാവിൻ്റെ രാഷ്ട്രീയം കൊണ്ട് ഞങ്ങൾക്ക് കുട്ടികൾക്ക് ശരിക്കും വിഷമം. നമ്മൾ ഒരു ദിവസം ഞാൻ ഉച്ചക്കൂണ് കഴിക്കാൻ വരുമ്പം ചോറില്ല. ചോറില്ല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അമ്മാവനെ പിടിക്കാൻ കിട്ടാത്തതുകൊണ്ട് ജപ്തി ചെയ്യുക സാധനങ്ങൾ. വീട്ടിൽ വന്നിട്ട് സാധനങ്ങൾ ജപ്തി ചെയ്യുക. എല്ലാ സാധനങ്ങളും കെട്ടിവെച്ച് അന്ന് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് എല്ലാം കെട്ടിവെച്ച്. അപ്പോൾ അരി അടുപ്പത്തിട്ട് അരി വെന്തിട്ട് അത് ചോറ് വാർക്കേണ്ട കഞ്ഞിക്കലമില്ല, നമ്മൾ ചെമ്പിൻ്റെ കഞ്ഞിക്കലല്ല. അങ്ങനെ അതുകൊണ്ട് നമുക്ക് ഉച്ചക്ക് വരുമ്പോൾ അമ്മയും എൻ്റെ അമ്മമ്മയും ഞങ്ങൾ കുട്ടികൾ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ എന്താ ഇത് അവർക്ക് ഇങ്ങനെ ഇത് കൊണ്ടുപോയ വിഷമം. ഈ അടുപ്പത്തിട്ട് അരി വാർക്കാൻ കഴിയാണ്ട് അതായത് കുട്ടികൾ ഉച്ചക്ക് ഉണ്ണാൻ വരുമ്പം ഭക്ഷണമില്ല എന്നുള്ള സംഘത്തിൽ എല്ലാവരും ഇരിക്കുന്നു. അപ്പോഴേക്കാണ് ഞങ്ങൾ വന്നത്. നമ്മളും വന്ന് ഒന്നുമില്ല, ഞങ്ങൾ വെള്ളം കുടിച്ച് ഞങ്ങൾ പോയി. അങ്ങനെ ഈ അമ്മാവന്മാരെ രാഷ്ട്രീയം കൊണ്ട് എപ്പോഴും 48 കഴിഞ്ഞ് ഇവരൊരു 52 ആകുമ്പോഴല്ലേ എല്ലാവരും പുറത്ത് 50-51 ആ കാലഘട്ടത്തിലല്ലേ പിന്നെ എല്ലാവരും നമ്മളെ സഖാവെല്ലാം പിന്നെ ഒളിവാണ് ജയിലിൽ കിടന്നിട്ടില്ല. ഒരു ടീച്ചറും സഖാവും തമ്മിലുള്ള ഒരു വിവാഹം അതെങ്ങനെയാണ്? ആ വിവാഹം പിന്നെ അതെല്ലാം കഴിഞ്ഞ് അന്നേരം ഈ ജയിലും സഖാവിന് ഒളിവിലായിരുന്നല്ല. പിന്നെ ഇവിടെ തൃക്കരിപ്പൂർ ഭാഗത്ത് തൃക്കരിപ്പൂരിൻ്റെ തൃക്കരിപ്പൂർ മണ്ഡലത്തിനല്ലേ സഖാവ് ജയിച്ച് മന്ത്രിയായത് ആദ്യം മന്ത്രി. അപ്പം ഈ തൃക്കരിപ്പൂര് എന്ന് പറഞ്ഞാൽ സഖാവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം. അതിന് മുക്കും മൂലി അവിടുത്തെ നാട്ടുകാർക്ക് അറിയുന്നതിലും കൂടുതൽ സഖാവിനറിയാം. എന്ന് വെച്ചാൽ അവിടെ ഈ ഒളിവ് അവരെ സങ്കേതം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കുടിൽ വീടുകളല്ലേ, അന്നെല്ലാം പാവപ്പെട്ടവരുടെ അങ്ങനെയുള്ളവരല്ലേ ഇവരെല്ലാം നല്ല സൂക്ഷ്മമായിട്ട് വെക്കുക. ഒരാൾ ഒരക്ഷരം പറയാണ്ടും അത്രയും നല്ല നമ്മൾ ഇന്ന് അന്നെല്ലാം പാവപ്പെട്ട തൊഴിലാളികളല്ലേ അവരല്ലേ അന്ന് കർഷക തൊഴിലാളികൾ. അങ്ങനെ അവർക്കെല്ലാം ഭയങ്കര സ്നേഹത്തോടുകൂടിയാണ് ഈ സഖാക്കളോടെല്ലാം പെരുമാറുക. അവർ കൊണ്ടുവന്ന് ഭക്ഷണം ഉണ്ടാക്കിയതിൻ്റെ ഒരു ഭാഗമാണ് ഇവർക്ക് കൊടുക്കുക. അതിന് അവർക്ക് ഭാര്യയും മക്കളും എല്ലാം ഉണ്ടാകും. പക്ഷെ അതിലൊരു പങ്ക് ഇവർക്ക് കിട്ടും, അത്രയേ ഉള്ളൂ. രാത്രി വീടി വലിക്കണമെങ്കിൽ രാത്രിയാണ് വീടി വലിക്കുക പോലും, പകൽ വലിച്ചു വിടല്ല. അന്നേരം ഈ പുക ഈ ഇവർ രാത്രി അമ്മയും ഭാര്യയും ഭർത്താവും പണിക്ക് പോകുമ്പോഴാണ് ഇവരെ വാതിലടച്ചകത്താക്കുക. രാത്രി അവർക്ക് വെളിയിൽ പോകാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് അന്നത്തെ കമ്മ്യൂണിസം എന്നാണ് ഞാൻ പറയുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് വളർന്ന് നമ്മൾ ഇന്നിപ്പം വളർച്ചയുടെ എല്ലാം നേരിട്ട് എല്ലാം കണ്ട ഒരു കുട്ടിയാണ് ഞാൻ. അതല്ലേ എനിക്ക് അതുകൊണ്ട് എനിക്ക് ഈ പാർട്ടീനെ കുറിച്ചിട്ട് ഇപ്പം എല്ലാവരും ഇവരെ ഇപ്പം നേതാക്കന്മാരെല്ലാം പ്രസംഗിക്കുന്നുണ്ട്. ഞാനിപ്പോൾ അന്നേരം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവരെ പോലെ ഞാൻ പ്രസംഗിക്കുമായിരുന്നു. പക്ഷെ ഞാൻ പിന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടില്ല. അത് എൻ്റെ സഖാവ് കല്യാണം കഴിഞ്ഞ ശേഷം പറഞ്ഞത് 58-ലല്ലേ ഞങ്ങളെ വിവാഹം നടക്കുന്നത്. അതും അത്ര വരെയും സഖാവ് കല്യാണം വേണ്ടാന്ന് വെച്ചിരിക്കും നടക്കുന്നതാണ്. പിന്നെ അമ്മാവൻ പറഞ്ഞു കൃഷ്ണാനി, അമ്മാവനും അച്ഛൻ്റെ മരുമകനാണല്ലോ അമ്മാവൻ്റെ അച്ഛൻ്റെ മരുമകനാണ് എൻ്റെ സഖാവ്, എൻ്റെ അച്ഛപ്പൻ്റെ മരുമകൻ. അങ്ങനെ അതുകൊണ്ട് കൃഷ്ണ നീ കല്യാണം കഴിക്കണം, എന്തായാലും കഴിക്കണം. എന്നാൽ പിന്നെ ഗോപാലേട്ടനെ അന്വേഷിക്ക്,
അപ്പോൾ അങ്ങനെ അന്വേഷിക്കേണ്ട, നമുക്ക് നമ്മളൊരു കുട്ടി തന്നെ ഉണ്ട് തോന്നി. അങ്ങനെ നമ്മളെ കല്യാണം CRC വെച്ച് കല്യാണം കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് പിന്നെ ഒരു രാഷ്ട്രീയക്കാരനായാലും സഖാവിൻ്റെ കൂടെ ജീവിക്കാനോ ഒന്നും എനിക്കൊരു വിഷമമില്ല. സഖാവ് അന്ന് എന്ത് പറഞ്ഞിരുന്നത്? രാഷ്ട്രീയക്കാരനാണ് എന്താണെന്ന് പറഞ്ഞത് കല്യാണം കഴിഞ്ഞ്? കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ അന്ന് തന്നെ നേരെ പോയത് തിരുവനന്തപുരത്തേക്ക്. അതല്ല, പിറ്റേന്ന് സ്റ്റേറ്റ് കമ്മിറ്റിയാണ്. പക്ഷേ എനിക്ക് ആ സ്റ്റേറ്റ് കമ്മിറ്റിനെ പറ്റിയൊന്നും അന്ന് വിവരമില്ല കേട്ടോ. അന്ന് എനിക്ക് അറിയും, ഞാൻ അതൊന്നും അത്ര അന്വേഷിക്കാറില്ല. അപ്പോൾ അമ്മാമ്മ MLA അല്ലേ, ആ അമ്മാമ്മ സ്റ്റേറ്റ് കമ്മിറ്റി പോകുന്നുണ്ടോ എന്ന് അതൊന്നും എനിക്കറിയില്ല. ഈ സഖാവ് കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ വൈകുന്നേരം, ഇത് നാളെ സ്റ്റേറ്റ് കമ്മിറ്റിയാണ്, ഇന്ന് തന്നെ നമുക്ക് പോകണം തിരുവനന്തപുരത്തേക്ക് എന്ന് റെഡി. അങ്ങ് പോയി. പിന്നെ പിറ്റേന്ന് കാലത്ത് 5 മണിക്ക് MLA ഹോസ്റ്റലിലെത്തിയ ആദ്യത്തെ ദിവസം രാത്രി ബസ്സിലാണ്. ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത്? അല്ല, ആദ്യം എറണാകുളത്ത് ചെന്ന് ഇറങ്ങി. എന്നിട്ട് എറണാകുളത്ത് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ ഇവരെ സഖാവിൻ്റെ ഒരു അമ്മാവൻ്റെ മകനുണ്ട് LICയിലാണ് മാനേജറായിട്ട്. അപ്പോൾ അന്ന് വിളിക്കുമ്പോഴേക്കും അന്ന് അവരെല്ലാം പുറത്ത് സിനിമക്കൊന്തിനോ പോയി. പിന്നെ ഞങ്ങൾ രാത്രി തന്നെ കിട്ടിയൊരു ബസ്സിൽ കയറി, എറണാകുളത്ത് ഒരു ബസ്സിൽ കയറിയിട്ടാണ് തിരുവനന്തപുരത്തേക്ക് പോയത്. ട്രെയിനിലല്ല, ബസ്സിൽ കയറിയിട്ട് എറണാകുളത്ത് വരെ ട്രെയിൻ. അവിടുന്ന് ഈ അമ്മാവൻ്റെ ഈ മകനെ അവിടെ താമസിക്കാമെന്ന് ചോദിച്ചിട്ട് കാണാത്തതുകൊണ്ട് ഞങ്ങളൊരു 2 മണിക്ക് അങ്ങ് കിട്ടുന്നൊരു ബസ്സിൽ പോയി. രാവിലെ കാലത്ത് 5 മണിയാകുമ്പോൾ തിരുവനന്തപുരത്ത് എത്തി. അങ്ങനെ എത്തി. എത്ര മണിക്കാണെന്ന് എനിക്ക് അത്ര ഓർമ്മയില്ല. അപ്പോൾ ഏതായാലും അന്ന് പിറ്റേന്ന് കാലത്തായത്. അങ്ങനെ സ്റ്റേറ്റ് കമ്മിറ്റി 3 ദിവസം കഴിഞ്ഞ് 3-4 ദിവസം അതിലിടയ്ക്ക് ഞങ്ങൾ കായംകുളത്ത് ഈ KPSCൻ്റെ നാടകം ഒരു ദിവസം അത് കാണാൻ പോയി. അങ്ങനെ ഇതല്ലേ. ഇപ്പം ഞാൻ എൻ്റെ അമ്മാവൻ്റെ മകൻ VR കൃഷ്ണയ്യരെ പിന്നെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് അവിടെ കണ്ടോൺമെൻറ്റ് ഹൗസിലാണ്. പിന്നെ ഞങ്ങൾ പോകുന്നത് ആദ്യം മുഖ്യമന്ത്രിയായിട്ട് പോകുന്നത് കണ്ടോൺമെൻറ്റ് ഹൗസിലാണ്. പിന്നെ പോകുന്നത് ആ കണ്ടോൺമെൻറ്റ് ഹൗസിലാണ് VR കൃഷ്ണയ്യർ. അപ്പം VR കൃഷ്ണയ്യരെ പ്രൈവറ്റ് ഈ സഖാവിൻ്റെ അമ്മാവൻ്റെ മകനാണ്, നായനാറൻ. അങ്ങനെ ഗോവിന്ദേട്ടൻ്റെ വീട്ടിലെല്ലാം പകലെല്ലാം പോയി. അവർ ഭാര്യയും ഞാനുമായിട്ടെല്ലാം വൈകുന്നേരം ഞങ്ങൾ ഒരു ദിവസം പിന്നെ ഇത് പത്മനാഭസ്വാമി ടെമ്പിളിൽ പോയി. അങ്ങനെ ഇങ്ങനെ അടുത്തടുത്ത് ആ പത്മിനിച്ചിക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന സ്ഥലത്ത് ഞങ്ങളിങ്ങനെ പകൽ പോകും. അങ്ങനെ 3-4 ദിവസം കഴിഞ്ഞ് നേരെ തിരിച്ച് ഞങ്ങൾ കണ്ണൂരേക്ക് വന്ന് വരുമ്പോൾ കണ്ണൂർ ഇറങ്ങി നല്ലൊരു നല്ല ചുവന്ന ബോർഡറായിട്ടുള്ള ഒരു സാരി ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ കിടക്കുന്ന ആ സാരി. അത്രയും നല്ല ഭംഗി. എങ്ങനെയാണ് സഖാവ് ഇത്ര നല്ലൊരു സാരി എടുത്തതെന്ന് എനിക്ക് തന്നെ അറിയാം. ഇതെടുത്തോ ശാരദയെന്ന് പറഞ്ഞു. ശ്രീറാം ബ്രദേഴ്സാണെന്ന് തോന്നി ഞാൻ പോനെ. അങ്ങനെ ഒരു നല്ല സാരിയെല്ലാം എടുത്ത്, നല്ല സാരിയാണ് കേട്ടോ, റോസിന് നല്ല ചുവന്ന ബോർഡറായിട്ട് സിൽക്ക്, നേരിയൻ സിൽക്ക്. അങ്ങനെ എടുത്ത് ഞങ്ങളിങ്ങനെ വന്ന് വരുന്ന വഴി എന്നോട് പറഞ്ഞു, ശാരദേ നീ അങ്ങ് എറണാകുളത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, തിരുവനന്തപുരത്തൊന്നും പറഞ്ഞിട്ടില്ല. വരുന്ന വഴി എന്നോട് പറഞ്ഞു, അപ്പുറത്തല്ലേ നമ്മൾ ഈ വീടിൻ്റെ അപ്പുറത്താണ് സഖാവിൻ്റെ വീട്. വരുന്ന വഴി എന്നോട്, ശാരദേ നീ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഭാര്യ എന്ന് നീ എപ്പോഴും മനസ്സിൽ ഉണ്ടാവണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഭാര്യ ആയാൽ നീ വിചാരിക്കുന്നതൊന്നും നടന്നൊന്നും വരില്ല. നീ സ്ത്രീകളാകുമ്പം പല മോഹങ്ങളും ഉണ്ടാകും. ഒന്ന് സിനിമ കാണാൻ പോകണം, ഒന്നല്ലെങ്കിൽ വേറെ പുറത്ത് പോകണം, പല ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ നീ എപ്പോഴും നിൻ്റെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത് നീ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഭാര്യ. ഞാൻ അതുപോലെ ആ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഭാര്യ എന്നുള്ള ആ ഒരു ജീവിതം തന്നെ എനിക്ക് ഞാൻ ജീവിച്ചു വന്നത്. ശരിക്കും ഞാൻ സഖാവ് പറയുന്നതിനനുസരിച്ച് അതിൻ്റെ അപ്പുറം ഞാൻ ഒന്നും പറയില്ല. ഞങ്ങൾ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമായി കഴിഞ്ഞ്. അത്ര ഞങ്ങൾ ഒന്നിച്ച് വളരെ കുറവാണ് ജീവിച്ചത്, അതാർക്കും അറിയില്ല. ഞങ്ങൾ കല്യാണം ഇപ്പം 58 കഴിഞ്ഞിട്ട് 80-ലാണ് ഞങ്ങൾ സഖാവ് ആദ്യം മുഖ്യമന്ത്രി ആയാലും. ആ സമയത്താണ് പിന്നെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ആയതിനു ശേഷം ഞങ്ങൾ മുഖ്യമന്ത്രി ഈ ആദ്യത്തെ ദിവസം പോയി. പിന്നെ പോകുന്നത് 80-ൽ സഖാവ് മുഖ്യമന്ത്രി ആയ ശേഷം. അതിന് മുമ്പ് ഈ കുട്ടികളെ ഒന്ന് കൊണ്ടുപോകുക, അല്ലെങ്കിൽ തിരുവനന്തപുരം കാണിക്കാൻ ഒന്ന് കൊണ്ടുപോകുക, അല്ലെങ്കിൽ ശാരദയെ നീ കുട്ടികളെയും കൊണ്ടുപോകാം തിരുവനന്തപുരത്തേക്ക്. സഖാവ് ഇങ്ങോട്ടും പറഞ്ഞില്ല, ഞങ്ങൾ അങ്ങോട്ടും പറഞ്ഞില്ല. ഈ കുട്ടികളൊന്നും ഈ അച്ഛനെതിരായിട്ട് മക്കളൊന്നും പറയില്ല. അച്ഛൻ പറയുന്നത് കേൾക്കുക. അവർ വിചാരിച്ച അച്ഛൻ അവർക്ക് അത്ര ചെറിയ കുട്ടികളല്ലേ, രാഷ്ട്രീയം ചെറുതായിട്ട് ഇങ്ങനെ പഠിക്കുന്നത്രല്ലേ, രാഷ്ട്രീയം എന്താണെന്ന് തന്നെ അറിയില്ല, ചെറിയ കുട്ടികളാണ്. അപ്പോൾ അങ്ങനെ അവരെയും കൂട്ടിയിട്ട് നീ ഒന്ന് വാ, നമുക്ക് തിരുവനന്തപുരം കാണാൻ. സഖാവിന് സമയമുണ്ട്, എന്താണ് സഖാവിന് ഇപ്പം സമയമില്ല.
അതിനുശേഷം പിന്നെ ഈ മുഖ്യമന്ത്രിയായിട്ട് പോയല്ലോ, അത് പിന്നെ കുറച്ച് നാള് ദീർഘമായിട്ട് അവിടെ താമസിച്ചിരുന്നു. അത് അല്ല 80-ൽ പിന്നെ താമസിച്ചു. 80-ൽ ഞങ്ങൾ കണ്ടോൺമെൻറ് ഹൗസിലായിരുന്നു ആദ്യം. ഇപ്പം എല്ലാവരും മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിലും ഓപ്പോസിഷൻ ലീഡർ കണ്ടോൺമെൻറ് ഹൗസിൽ. അന്ന് നമ്മൾ മുഖ്യമന്ത്രി വേറെ ഏതോ ഒരു മന്ത്രി അവിടെ താമസം, ഞങ്ങൾക്ക് ഈ കണ്ടോൺമെൻറ് ഹൗസാണ്. അങ്ങനെ ആദ്യം 80-ലാണ് സഖാവിൻ്റെ ഇവിടെ. ആ 80-ൽ പോയിട്ട് 81-ൽ മന്ത്രിസഭ പോയില്ലേ, ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് വന്നു. ഞാൻ ലീവ് എടുത്തു, എൻ്റെ കുട്ടികളെല്ലാം കൊണ്ട് ചേർത്തു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സഖാവിൻ്റെ കൂടെ കുറച്ച് താമസിച്ചു, സ്ഥലങ്ങളെല്ലാം കണ്ടു, കന്യാകുമാരി പോയി. അതെല്ലാം കന്യാകുമാരി പോലെ ഒരു പ്രധാനം. കന്യാകുമാരിയെല്ലാം പോയി, വിവേകാനന്ദ പാറ ഇതെല്ലാം കണ്ട്, അതെല്ലാം അങ്ങനെയെല്ലാം കഴിഞ്ഞ് 21 മാസം കഴിയുമ്പോൾ മന്ത്രിസഭ പോയതാ. തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നു, ഈ വീട്ടിലത്തേക്ക് തന്നെ വന്നു. പിന്നെ ഈ വീടെടുത്തതിന് ശേഷമായി ഈ സംഭവങ്ങളെല്ലാം. പിന്നെ 75-ലാണ് ഈ വീട് ഞങ്ങൾ അല്ല 70, അതെ 75-ൽ എമർജൻസി ടൈമല്ലേ. അതിന് മുമ്പിൽ അല്ല, നമ്മൾ 81-ലാണ് 81-ൽ തന്നെ 81-ലാണ് മന്ത്രിസഭ, ആദ്യത്തെ മന്ത്രിസഭ. പിന്നെ ഒരു കാര്യം ചോദിക്കുന്നത്, ഈ കന്യാകുമാരിയിലൊക്കെ പോയി എന്ന് പറഞ്ഞു, സഖാവ് ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളാണ്. ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുപോകാറുണ്ട്? കൂടാ സഖാവ് കൂട്ടി വന്നില്ല. അന്നത്തെ പ്രൈവറ്റ് സെക്രട്ടറി കെ മോഹനൻ, ഇന്നും ഉണ്ട് മോഹനൻ, ഞാൻ ഇതിനിടയ്ക്ക് കാണാൻ പോയിന് മോഹൻ. അപ്പോൾ മോഹൻ്റെ ഫാമിലിയും ഞങ്ങളും കൂടിയാണ് പോവുക. എന്നിട്ട് ഇവിടുന്ന് വിളിച്ച് ഇങ്ങനെ മുഖ്യമന്ത്രിൻ്റെ ഭാര്യയും വരുന്നുണ്ട്, അവിടെ ഭക്ഷണം ഗസ്റ്റ് ഹൗസിൽ ഭക്ഷണത്തെല്ലാം ഏർപ്പാടാക്കും. അങ്ങനെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാനും അവിടെ ഒരാളെ ഏർപ്പാടാക്കും. അങ്ങനെ ഞങ്ങളപ്പുറം കടന്നിട്ട് വേണ്ടേ വിവേകാനന്ദ ഇതെല്ലാം കാണാൻ, എല്ലാം കാണാൻ. അതെല്ലാം കണ്ട് അങ്ങനെ പല പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ സഖാവ് ഞങ്ങളോട് പോയി വന്നില്ല. ഇല്ല, ഈ മറ്റ് പാർട്ടി കോൺഗ്രസിനൊക്കെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ആ സമയത്ത് പോയിട്ടുണ്ട്. ഒരിക്കൽ ഹൈദരാബാദിൽ കൂട്ടി, ഒരിക്കൽ കൽക്കത്തയിലും അത് കൂട്ടി. ഈ മുഖ്യമന്ത്രി ആയതിനു ശേഷം പിന്നെ ഉള്ള സ്ഥലത്ത് യാത്രകളൊക്കെ പോകും. ആ സമയത്ത് എങ്ങനെയായിരുന്നു? മൂന്നാമത്തെ മുഖ്യമന്ത്രിയായ സമയത്താണ് സഖാവിന് അന്നേരം അസുഖം തുടങ്ങിയിന്. അപ്പോൾ ലണ്ടനിൽ നല്ലൊരു ഡോക്ടർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ പോകുമ്പോൾ ഒരു തവണ ഞാൻ പോയി. അതാണ് ഞാൻ സഖാവിൻ്റെ കൂടെ പോയ ഒരു ഒരു യാത്ര. മറ്റെവിടെയും സഖാവിൻ്റെ കൂടെ. ഇത്രയും തിരക്കുള്ള ഒരു സമയത്തും എങ്ങനെയായിരുന്നു മറ്റേ കുട്ടികളുടെ കാര്യം, കുടുംബത്തിൻ്റെ ടീച്ചറെ ഞാൻ തന്നെ സഖാവിന് ഞാൻ പറയും, ഈ കല്യാശ്ശേരിയോട് ഒരു ഭയങ്കര ആത്മബന്ധം സഖാവിനുണ്ടായിരുന്നു. സഖാവ് എന്താ പറയുക, ലാസ്റ്റ് സഖാവ് അസുഖമായിട്ട് കിടക്കുന്ന സമയത്ത് പറഞ്ഞത്, ശാരദയെ നമുക്ക് സുഖമാകുന്നല്ലേ വിചാരിച്ചത്, നമുക്ക് എൻ്റെ അസുഖമെല്ലാം മാറിയാൽ നമുക്ക് നേരെ കണ്ണൂരേക്ക് പോവാം, കോഴിക്കോട് വരെ വന്നിട്ട് അവിടെ നിന്ന് വന്നാൽ മതിയല്ല, ഫ്ലൈറ്റിൽ വന്നിട്ട്. അങ്ങനെ നമുക്ക് കണ്ണൂർ പോയിട്ട് പിന്നെ അപ്പോൾ എല്ലാം സുഖമാകുന്നല്ലേ വിചാരിച്ചത്. അപ്പോൾ നമുക്ക് ഞാൻ രാവിലെ കണ്ണൂർ പിന്നെ പാർട്ടി ഓഫീസിലേക്ക് പോവും. അപ്പോൾ അവിടെ നിന്ന് കാറ് അയക്കും. പിന്നെ ഉച്ചക്ക് ഊണ് കഴിക്കാൻ വന്ന് കുറച്ച് വിശ്രമിച്ചതിന് ശേഷം ദേശാമൈനിലേക്ക് പോവും. ദേശാമൈനിൽ നിന്ന് വണ്ടി വരും. അങ്ങനെ ഇങ്ങനെയെല്ലാം മനസ്സിൽ ചിന്തിച്ചിരുന്ന ഒരു മനുഷ്യന് പിന്നെ വരാൻ കഴിയാത്ത ഒരു വലിയ, എനിക്ക് തന്നെ അത് എന്തെല്ലോ സഖാവ് മനസ്സിൽ എൻ്റെ കൊണ്ട് പറഞ്ഞിട്ട് അതിന് ശേഷം വേണം എനിക്ക് കല്യാശ്ശേരിനെ കുറിച്ചിട്ട് ഒരു ബുക്ക് എഴുതണം. ഇതുവരെയും കല്യാശ്ശേരിനെ കുറിച്ചൊരു ബുക്ക് എഴുതിയില്ല. കല്യാശ്ശേരി എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമുള്ള സ്ഥലമാണ്. പക്ഷേ സഖാവിന് ഇവിടെ വന്ന് താമസിക്കാനും, ഇപ്പോൾ ഇത്ര വലിയ വീട് പൂട്ടിയിടുവല്ലേ ഇന്ന് ഇവിടെ വന്ന് താമസിക്കാനും ഒന്നും സഖാവിന് പറ്റിയില്ല. ഒന്നും ശരിക്കും ഈ വീട്ടിൽ തന്നെ ഒരു ഗസ്റ്റ് വരും പോലെ വരും. ഒരു രാത്രി 2 രാത്രി, മൂന്നാമത്തെ ദിവസം പോയി. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ വിവാദങ്ങളും അല്ലെങ്കിൽ ആരോപണങ്ങളും ഒക്കെ ഉണ്ടാവുന്ന ഒരു ഇതാണ്. അപ്പൊ അത് ആ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു? ടീച്ചറൊക്കെ ആയിട്ട് അത് സംസാരിക്കും അല്ല? അത് എല്ലാവർക്കും അറിയാലോ ഇത്. നമ്മളെ ഞാൻ അങ്ങനെ രാഷ്ട്രീയ സഖാവ് ജയിലിൽ കിടന്നിനി. ആ സമയത്ത് ഞാൻ കുട്ടികളെയും കൂട്ടിയിട്ട് ജയിലിൽ കാണാൻ പോകും. അവരെല്ലാം ചെറിയ കുട്ടികളാണ് ആ സമയത്ത്. അങ്ങനെ ഞാനൊരു രാഷ്ട്രീയക്കാരനെ കല്യാണം കഴിച്ചെന്ന് എനിക്ക് നിൻ്റെ മനസ്സിൽ ബോധം ഉണ്ടാവണമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഇപ്പോൾ ഞാൻ ഓർമ്മിക്കും. ഞങ്ങൾ വളരെ കുറച്ചാണ്. എന്നോടിപ്പോൾ ഇന്ന് രാവിലെ വന്ന് അവർ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങൾ കുറച്ച് കാലം ഞങ്ങൾ ശരിക്കും പറയാന്ന് വെച്ചാൽ ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചത്.
പക്ഷെ അന്നേരം പിന്നെ നമ്മൾ വഴക്കിടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കാനോ അങ്ങനെയൊന്നും ഞാൻ നോക്കിയില്ല. പക്ഷേ ഈ സഖാവിന് കിട്ടിയ അതേ സ്നേഹം ടീച്ചർക്കും കിട്ടിയിട്ടുണ്ട്. ജനങ്ങൾ ടീച്ചറെ വലിയ രീതിയിൽ ഇപ്പോഴും ഇവിടെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും എനിക്ക് തന്നെ അതിശയം എന്തിനു വേണ്ടിയാണ് ഞാനല്ലേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ, എന്താ ഇങ്ങനെ വരാൻ കാരണം. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു നിങ്ങൾ എവിടെ നിന്നാന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ വളരെ ദൂരത്താണ് ടീച്ചറെ, ഞങ്ങൾക്ക് സഖാവിൻ്റെ വീടൊന്ന് കാണണം, ടീച്ചറേയും കാണണം. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും വന്നിട്ടുണ്ട്, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും. ഇന്നാളെ രാഷ്ട്രീയം ഒന്നും ഇല്ലാതെ തന്നെ അത് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു സ്നേഹം അത് എനിക്ക് ആളുകൾ തീർന്നു. രാഷ്ട്രീയത്തിന് അതീതമായൊരു ബന്ധം, അതിൽ രാഷ്ട്രീയമില്ല. രാഷ്ട്രീയം സഖാവിനോട് ആളുകൾക്കുള്ള ഒരു സ്നേഹവും രാഷ്ട്രീയത്തിന് അപ്പുറത്താണ്. ആ സ്നേഹം തന്നെ എനിക്കും കിട്ടിയിട്ടുണ്ട്. ആ സ്നേഹം തന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അന്നും ഇന്നും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇവിടെ കല്യാശ്ശേരി വീട്ടിൽ ടീച്ചർ സ്ഥിരമായിട്ടുണ്ടോ അല്ല എറണാകുളത്താണോ എങ്ങനെ? ഞാനിപ്പം വന്നിട്ട് 2 ആഴ്ചയായിട്ടുള്ളൂ എറണാകുളത്ത്. കാലിന് ചെറിയ വിരലിനൊരു ഓപ്പറേഷൻ വേണ്ടി വന്നതിന്. അതിന് കഴിഞ്ഞിട്ട് നേരെ മോൻ്റെ അടുത്ത്, എറണാകുളത്തുമുള്ള മോൻ്റെ അടുത്ത് പോയിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പം 2 ആഴ്ചയായിട്ടുള്ളൂ. ഈ നവതി ആഘോഷം ഒരു ആഘോഷം എങ്ങനെയാണ് അത് ആലോചന? മക്കളാണോ ആലോചന? നവതി ആഘോഷം ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ഈ മക്കൾക്ക് ഈ മക്കളല്ലേ, അവർ 2 ആണും 2 പെണ്ണും ആണല്ലോ. അപ്പം അവർക്ക് ഞങ്ങൾക്ക് അച്ഛന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അവരെ കുട്ടികളല്ലേ. അപ്പം അവർക്ക് അച്ഛന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ അച്ഛന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അമ്മേൻ്റെതെങ്കിലും ഞങ്ങൾക്ക് ഇങ്ങനെ വിളിച്ച് അമ്മയോടാണെങ്കിൽ എല്ലാവർക്കും ഞാൻ പഠിപ്പിച്ച കുട്ടികളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. എല്ലാവർക്കും എന്നോടും വളരെ സ്നേഹം, ഞാൻ എല്ലാവരോടും സ്നേഹത്തിലേ പെരുമാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഇവർ പറഞ്ഞു എന്തായാലും നമുക്ക് അമ്മേൻ്റെ 90 ആഘോഷിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വേണ്ട മോനെ, ഞാനിങ്ങനെ ഇരിക്കണ്ടേ, എനിക്കിപ്പോൾ അതിനുള്ള ആരോഗ്യമൊന്നുമില്ല. അമ്മ എന്ത് പറഞ്ഞാലും തിരക്കുള്ള ഞങ്ങളാഘോഷിക്കും, ഞങ്ങളാഘോഷിക്കും അതെന്ന്. അങ്ങനെ മക്കളെ തീരുമാനമായത്. ടീച്ചർക്ക് കുറെ ആളുകളെ ഒന്ന് പഴയ ആളുകളെ കാണാൻ, ഒരുമിച്ച് കാണാനുള്ള ഒരു അവസരം കൂടി അല്ലേ? ഒരവസരമാണ്. അത് അവസരം തന്നെയാണ്. പക്ഷേ എന്നാലും പിന്നെ ഞാൻ ഇത് വേണ്ടാന്ന് തന്നെയാണ് എപ്പോഴും പറയുന്നത്. പിന്നെ ഒന്നാമത് ഇപ്പം എനിക്കിങ്ങനെ കുറേ സമയം ഇങ്ങനെ ആളെ കൂട്ടത്തിൽ അങ്ങനെ ഇരിക്കാനും നടക്കാനും എല്ലാം വിഷമമാണ്. പക്ഷേ എന്നാലും നമ്മൾ അന്നൊന്നും വേണ്ടല്ലോ, നമ്മളൊരു സ്ഥലത്ത് ഇരുന്നാൽ മതിയല്ല. അതുകൊണ്ട് പിന്നെ ഞാൻ നമ്മൾ അങ്ങനെ മക്കളെ അവിടെ എതിര് പറയുന്നതൊരു മോശമല്ലേ. ഞാനും വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു സന്തോഷം അതായിക്കോട്ടെ എനിക്കെങ്കിൽ. ഇപ്പോഴെങ്ങനെയാണ് ഇനിയിപ്പോ ഈ നവതി കഴിഞ്ഞിട്ട് ഇവിടെ കല്യാശ്ശേരി ശാരദാസിൽ ഉണ്ടാവോ അല്ല തിരിച്ചു? ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുന്ന. അങ്ങ് പോയാൽ എറണാകുളം തിരുവനന്തപുരത്തെല്ലാം പോയാൽ എല്ലാം നമ്മളിപ്പം പരിചയം, തിരുവനന്തപുരത്തെല്ലാം മുഖ്യമന്ത്രിയായ സമയത്ത് താമസിച്ചുകൊണ്ട് എല്ലാം പരിചയമുണ്ട്, ആൾക്കാരും എല്ലാം ആയിട്ട്, പാർട്ടിക്കാരും എല്ലാം ആയിട്ട്. അത് സ്നേഹം തന്നെ. പക്ഷേ ഇത് നമ്മളെ നാട്ടിനോട് എനിക്ക് ഒരു പ്രത്യേക കൂറാണ്. സഖാവിനുള്ളത് പോലെ തന്നെ, സഖാവിനുള്ള പോലെ തന്നെ ഒരു സ്നേഹമാണ് എനിക്ക് കല്യാശ്ശേരിയോട്. എന്നും ആ ഒരു സ്നേഹമാണ്. ഞാൻ മുഖ്യമന്ത്രിയായോ എന്താണെന്നൊന്നും ഞാൻ നോക്കാറുണ്ട്. എന്നും ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ കല്യാശ്ശേരിനെ. ഏതായാലും ഈ സഖാവിനെ കേരളം മലയാളികൾ ഒന്നടങ്കം സ്നേഹിച്ചതുപോലെ തന്നെ ആ സ്നേഹം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞ ഒരാൾ കൂടിയാണ് ശാരദ ടീച്ചർ. രാഷ്ട്രീയത്തിനും കക്ഷി രാഷ്ട്രീയത്തിനും എല്ലാത്തിനും അതീതമായി ടീച്ചർക്ക് ആ സ്നേഹം ലോക മലയാളികൾ പലപ്പോഴും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ മലയാളത്തിൻ്റെ ടീച്ചറാണ്, ഈ കുടുംബത്തിൻ്റെ മാത്രമല്ല മലയാളത്തിൻ്റെ ടീച്ചറാണ് നവതിയുടെ നിറവിലേക്ക് കടക്കുന്നത്. അതിൻ്റെ സന്തോഷം എല്ലാവർക്കും ഉണ്ട്. ടീച്ചർക്ക് ഒരിക്കൽ കൂടി കൈരളി ന്യൂസിൻ്റെ നവതി ആശംസകൾ അറിയിക്കുകയാണ്.